ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ ചെടികൾ ഒരുമിച്ച് ഓഫർ വിലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ പ്ലാന്റ്സ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ കുറേ പേര് ചോദിക്കുന്ന സംശയമാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമോയെന്ന്. നമ്മൾ സിംഗിൾ പ്ലാന്റ്സ് ഓഫർ റേറ്റിൽ തരുന്നതിന് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും. അത് സിംഗിൾ പ്ലാന്റിനായിട്ടല്ല റേറ്റ് വരുന്നത്, നമ്മൾ എടുക്കുന്ന പ്ലാന്റിന് മൊത്തത്തിലൊരു കൊറിയർ ചാർജാണ് വരുന്നത്. അതുപോലെ തന്നെ കോംബോ ഓഫറുകൾക്കാകുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൊറിയർ ചാർജ് വാങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുക. എല്ലാം നന്നായിട്ട് കിട്ടുന്ന രീതിയിൽ നല്ല ഹെൽത്തി പ്ലാന്റ്സ് മാത്രമേ അയക്കുകയുള്ളൂ. പിന്നെ നമ്മൾ ഓഫർ റേറ്റിൽ ഇതുപോലെ ഒരുപാട് ചെടികളാണ് ഒന്നിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഒക്കെ ഏതാണോ അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് അയക്കുന്നത്. DTDCയുടെ കൊറിയറാണ് കൂടുതലും നമ്മൾ പ്ലാന്റ്സ് അയക്കാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വേണ്ടവർ നേരത്തെ തന്നെ നമ്മളോട് പറയണം കേട്ടോ. സ്പീഡ് പോസ്റ്റ് ആകുമ്പോൾ നമുക്ക് ചാർജ് എത്രയാണെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ചാർജ് വാങ്ങിയിട്ട് കൂടുതലാണെങ്കിൽ പിന്നീട് വാങ്ങും, കുറവാണെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. കൊറിയർ ആകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് പറഞ്ഞു വാങ്ങാൻ പറ്റും. അപ്പോൾ നമുക്ക് ഓരോ പ്ലാന്റ്സ് ആയിട്ട് നോക്കാം. ഇന്ന് നമ്മൾ ആദ്യം കാണിക്കുന്നത് ഒരു വെറൈറ്റി മുന്തിരിയാണ് കേട്ടോ. കംബോഡിയൻ ഗ്രേപ്സ് എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരുപാട് കായ്കൾ ഒരേ കൊലയിലുണ്ടാവുന്ന നല്ലൊരു വെറൈറ്റി മുന്തിരിയാണിത്. ഇത് കാഴ്ചയിലും ഭംഗിയാണ്, നമുക്ക് വീട്ടാവശ്യങ്ങൾക്കൊക്കെ വിഷമടിക്കാതെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിന് 350 രൂപയാണ് കേട്ടോ റേറ്റ്. ഇനി അടുത്തത് റോസ് ഗ്ലോറി എന്ന് പറയുന്നൊരു ഫ്ലോറിങ് പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഇതിനെ ആഫ്രിക്കൻ ഹൈഡ്രാഞ്ചിയ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സിന് 100 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇത് കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ 30 രൂപ മുതൽ പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതുപോലെ മതിലിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ്. നമുക്ക് തേക്കാത്ത ഭിത്തികളോ അല്ലെങ്കിൽ മതിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇതുപോലെ പിടിപ്പിച്ച് നല്ല ഭംഗിയാക്കി എടുക്കാവുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണുള്ളത്. 40 രൂപയാണ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇതിന് നമ്മൾ വോൾ ക്രീപ്പർ അല്ലെങ്കിൽ ക്രീപ്പിംഗ് ഫിഗ് എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് വാട്ടർ ജാസ്മിൻ അല്ലെങ്കിൽ റൈറ്റിയയുടെ ഒരു വെറൈറ്റിയാണിത്. നമ്മൾ കൂടുതലും ബേർഡ്സൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെയാണ് വളർത്തുന്നത്. അതിനിരിക്കാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലോറിങ് പ്ലാന്റുമാണ്, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ ഇതിന് 100 രൂപയാണ് റേറ്റ്. അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ്. ഇതാണ് നിക്കോഡിയയുടെ ഫ്ലവേഴ്സ് വരുന്നത്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. 110 രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ലീഫൊക്കെ കാണുമ്പോൾ കുറച്ചിങ്ങനെ ഒരു സ്ലീപ്പി ആയിട്ട് തോന്നും, പക്ഷെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് ഗോൾഡൻ കാസ്കേഡാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നമുക്ക് കുറേ നാൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും വലിപ്പമുള്ള ചെടിയാണ്. ഇതിന് 160 റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ എല്ലാവർക്കും വളർത്താൻ ഇഷ്ടമുള്ളൊരു ചെടിയാണ് പിച്ചകം എന്ന് പറയുന്ന ചെടി. അപ്പോൾ പിച്ചകത്തിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട്. സാധാരണ പിച്ചകത്തിന് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് കിട്ടാറില്ല അല്ലേ. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ഉണ്ട്. 100 രൂപയാണ്. ഇത് ബൊളീവിയൻ സൺസെറ്റ് എന്ന് പറയുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ചെടിയാണ്. ഫ്ലവേഴ്സ് നല്ല ഓറഞ്ച് കളറിലാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. 80 രൂപയാണ് നമുക്കിതിന് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇനി അടുത്തത് ഫിഷ് ബോണിൻ്റെ ഒരു ക്യാക്ടസ് ആണ് കേട്ടോ. ഈ ഒരു ക്യാക്ടസ് നമുക്ക് ചെറിയ പ്ലാന്റ്സ് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോട്ടിലുള്ള പ്ലാന്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 160 ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത്. ഇത് അസാലിയാണ്. അസാലിയുടെ ചെറിയ സൈസ് നമ്മൾ തരുന്നുണ്ട്, അതുപോലെ തന്നെ വലിയ സൈസും ഉണ്ട്. ചെറിയ സൈസ് കാണിച്ചു തരാം കേട്ടോ. ചെറിയ സൈസ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് നല്ല വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ. സാലിയയുടെ ഇത്രയും വലിപ്പമുള്ളൊരു ചെടി നോക്കിക്കേ. അത്യാവശ്യം നല്ല ചെടിയാണ്. 200 റേറ്റ്. ഇനി അടുത്ത ബോൾസും ആണ് കേട്ടോ. ഇംപേഷ്യൻസ് ബോൾസത്തിൻ്റെ ഇതുപോലെ ലീഫിൽ ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഓഫർ റേറ്റിൽ കൊണ്ടുവന്നേക്കുന്നത്. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പാൻഡൂരിയ ജാസ്മിൻ്റെ പിങ്കാണ് കേട്ടോ. 50 രൂപയാണ് റേറ്റ്. ഇത് കരേസ എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടിയാണ്. ഇതങ്ങനെ നമ്മുടെ നാട്ടിൽ അധികം കാണുന്ന ഒരു ചെടിയൊന്നുമല്ല. ആഫ്രിക്കയിലൊക്കെയാണ് ഈ ചെടി കൂടുതലായിട്ട് കാണുന്നത്. നല്ല കുറ്റിയായിട്ട് നിൽക്കുന്ന ചെടിയാണ്. ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിന് 120 പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് ഈ കാണുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ.
ഇതിൻ്റെ പേര് എക്സോകാരിയ എന്നാണ് കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് നല്ല ഡബിൾ പെറ്റലിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു ചെടിയാണ് കമേലി യെല്ലോ എന്ന് പറയുന്നത്. ഇതും റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. ഇതിൻ്റെയും വലിയ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതങ്ങനെ ഒത്തിരി ഇങ്ങനെ ക്രീപ്പ് ചെയ്ത് നിൽക്കുന്ന ഒരു വെറൈറ്റി അല്ല, ഒരു സെമി ക്രീപ്പർ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ തരുന്ന പ്ലാന്റ്സ് ഇതാ ഈ ഒരു സൈസിലുള്ള വലിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിന് 140 റേറ്റ്. ഇനി നമുക്ക് കൊടുവേലിയുടെ വൈറ്റ് ഉണ്ട്, ഇതാ 60 രൂപയുടെ പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ കൊടുവേലിയുടെ റെഡ് ഉണ്ട്, അതും 60 രൂപയുടെ പ്ലാന്റ്സ് ഉണ്ട്. ഇതിൻ്റെ വലിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. വലിയ പ്ലാന്റ്സിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അത് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിനാണ് നമുക്ക് 60 രൂപ റേറ്റ് വരുന്നത്. വൈറ്റും റെഡും അവൈലബിൾ ആണ്. ഇനി നമുക്ക് മാൻഡിവില്ലയുടെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ്. ലൈറ്റ് റോസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡാർക്ക് റോസ് ഉണ്ട്, പിന്നെ വരുന്നത് റെഡാണ്. ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കളേഴ്സ് ആണല്ലോ അല്ലേ. ഇനി അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്ലോസി ആയിട്ട് വരുന്ന വെറൈറ്റീസാണ്. അപ്പോൾ ഇതുപോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈസിൽ വരുന്ന പ്ലാന്റിന് ഒരു പ്ലാന്റിന് 250 രൂപ വെച്ചാണ് റേറ്റ് വരുന്നത്. പക്ഷേ ഇതിന് കോംബോ ഓഫർ ഉണ്ട്. നമുക്ക് 3 വെറൈറ്റി എടുക്കുമ്പോൾ 750 രൂപ കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ അയച്ചു തരും. അതുപോലെ തന്നെ 4 വെറൈറ്റി എടുക്കുമ്പോൾ 999 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നത് പോലെ ബ്രൈഡൽ ബുക്കെ വൈറ്റ് കളറിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ നമ്മൾ അയക്കുന്ന സൈസ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. ഇതുപോലെ ഉണ്ടാവും പ്ലാന്റ്. ഇപ്പം നിറയെ വൈറ്റ് കളറിലാണ് ഇത് നമുക്ക് പൂക്കൾ തരിക. ഇതുപോലെ ഗ്രോ ബാഗിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് നമ്മൾ നന്നായിട്ട് നനച്ച് കുറച്ച് മണ്ണ് മാറ്റിയതിന് ശേഷമാണ് അയക്കുന്നത്. ഇതിന് നമുക്ക് 50 രൂപ മാത്രമേ കേട്ടോ റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്തത് ആഫ്രിക്കൻ വയലറ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ജിഫിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള ചെടിയാണ്. ഏതെങ്കിലും ഒരു കളറായിരിക്കും കേട്ടോ. ഇതിൻ്റെ 5 വെറൈറ്റിയുടെ കോംബോ ഓഫറൊക്കെ ഉണ്ട്. അത് വേണ്ടവർക്ക് അങ്ങനെ ഓർഡർ ചെയ്യാവുന്നതാണ്. ഇതും നല്ല അടിപൊളി പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് അക്യുമിനസ് പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് ആണ്. നോർമൽ വെറൈറ്റീനെ കഴിഞ്ഞ് ഭംഗിയുള്ളതാണ് ഹൈബ്രിഡ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. കുറച്ച് പ്ലാന്റ്സേ ഉള്ളൂ. 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് മെഡിനില്ലയുടെ നോർമൽ വെറൈറ്റിയാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. കുറച്ച് നോട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതിനും 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് ഹോയയുടെ വെറൈറ്റീസാണ്. ഇതിൽ നമ്മൾ ഒരു വെറൈറ്റിയാണ് ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നേക്കുന്നത്. ഹോയയുടെ നവമണി എന്ന് പറയുന്ന വെറൈറ്റിയാണിത്. ഇതിന് 60 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് മെലസ്റ്റോമയാണ്. നോർമൽ കളറിലുള്ള മെലസ്റ്റോമ പ്ലാന്റ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. നല്ല വെയിലത്ത് വെച്ച് വേണം വളർത്താൻ. ഇനി അടുത്തത് നൈറ്റ് ക്യൂവിൻ്റെ വൈറ്റ് കളറിൽ പൂക്കളുണ്ടാകുന്ന ചെടിയാണ്. രാത്രിക്കാണല്ലേ നല്ല സുഗന്ധത്തോടു കൂടി ഈ പ്ലാന്റ് വിരിയുന്നത്. ഇതിന് 80 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ. തളപ്പ് വന്നാൽ പെട്ടെന്ന് വളർന്നു വന്നോളൂ. ഇനി ഇത് അലോഷ്യ എഗ്രേറ്റ എന്ന് പറയുന്ന നല്ലൊരു ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഒരുപാട് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. അതായത് ഇതുപോലെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ്. 60 രൂപയാണ് റേറ്റ്. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കൾ വരുന്ന പ്ലാന്റാണ്. നല്ല സ്മെല്ലും ആണ് കേട്ടോ. ഇത് ബ്ലൂ ഡേയ്സ് ആണ്. ബ്ലൂ ഡേയ്സ് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും വെച്ച് വളർത്താൻ പറ്റും. അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് മർമലേഡ് ബുഷ് എന്ന് പറയുന്ന ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇതുപോലെയാണ് വരുന്നത്. ഇത് കുറച്ച് സെൻസിറ്റീവാണ്, നന്നായി നോക്കണം. 110 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് സ്ട്രിങ് ഓഫ് ഡോൾഫിൻ ആണ്. ഇതുപോലെ ഡോൾഫിൻ പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 60 രൂപയാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ചെറിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് തുമ്പർജിയ എറക്റ്റ എന്ന് പറയുന്ന ഒരു ബുഷായിട്ടുള്ള ചെടിയാണ്. ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നല്ല വൈറ്റ് ഫ്ലവേഴ്സാണ്. ഇതിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് ബിഗ്നോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഒരു വയലറ്റ് ഷെയ്ഡിലാണ് ഇതിൽ പൂക്കളുണ്ടാവുന്നത്. ഒരു സെമി ക്രീപ്പറാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് വള്ളി വീശുന്നതല്ല, ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രീപ്പറാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് പിത്തേസെലോബിയാണ്. പിത്തേസെലോബിയത്തിൻ്റെ ഓർണമെൻ്റൽ പ്ലാന്റ്. പിത്തേസെലോബിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ട്രീ ഒക്കെ പോലെയുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ടുള്ള ലീഫ് വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് 350 റേറ്റ് വരുന്നുണ്ട്. ഇനി അടുത്തത് സ്നോ റോസിൻ്റെ പിങ്ക് ഷെയ്ഡ് വരുന്ന സിംഗിൾ പെറ്റലിൽ ഫ്ലവർ ഉണ്ടാകുന്ന ഈ വെറൈറ്റിയാണ്. ഇതിൻ്റെ 60 രൂപയുടെ പ്ലാന്റ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്.
ഇതുപോലെ നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് അയക്കുന്നത്. ഇനി അടുത്തത് റെഡ് ക്യാറ്റ് സ്റ്റൈലാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് മോർണിംഗ് ഗ്ലോറിയുടെ സിംഗിൾ പെറ്റൽ വയലറ്റ് ഷെയ്ഡ് വരുന്ന പ്ലാന്റ്. സൈസ് ഈ കാണുന്നത് പോലെയാണ്. ഇതിന് റേറ്റ് വരുന്നത് 50 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് ഡബിൾ പെറ്റൽ മോർണിംഗ് ഗ്ലോറിയാണ്. ഇത് കുറച്ചേ ഉള്ളൂ പ്ലാന്റ്സ് കേട്ടോ. ഇതിന് നമുക്ക് 80 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതൊരു സക്കുലൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈകൾ നമ്മൾ പിടിപ്പിച്ചതാണ്. ഇത് കുഞ്ഞി പോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് സ്ട്രിങ് ഓഫ് ടിയേഴ്സൊക്കെ നിൽക്കുന്നത് പോലെ നിൽക്കും. ഇതിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് പവിഴമുല്ലയാണ് കേട്ടോ. പവിഴമുല്ല അല്ലെങ്കിൽ പവിഴമല്ലി എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ്. രാത്രിയിൽ പൂക്കുന്നതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് ഇതിൻ്റെ ഫ്ലവറിന്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിന് നമുക്ക് 90 രൂപ റേറ്റ് വരുന്നുണ്ട്. ഈ സൈസിലുള്ള പ്ലാന്റ് ഇപ്പോൾ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റാണ് ലെജസ്റ്റോമിയ അല്ലെങ്കിൽ മേഫ്ലവർ, ക്രേപ്പ് മേർട്ടിൽ എന്നൊക്കെ പറയാറുണ്ട്. ഇതിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് 80 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. റെഡ് മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളറ്. അപ്പോൾ ഇതിങ്ങനെ ബുഷിയായിട്ട് നിന്ന് കുറ്റിച്ചെടിയായിട്ട് നിന്ന് പൂക്കൾ തരുവാണ് ചെയ്യുന്നത്. നല്ല റെഡ് കളറിലാണ് നമുക്ക് പൂക്കൾ തരുന്നത്. ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ ഈ ഓഫർ റേറ്റിൽ നമ്മൾ കാണിക്കുന്നത്. ബാക്കിയുള്ള കോംബോ ഓഫറുകളും മറ്റുള്ള പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. നമ്മൾ നാടൻ റെൻകൂൺ ക്രീപ്പർ കണ്ടിട്ടില്ലേ, അതിനെ കഴിഞ്ഞ് കുറച്ചുകൂടി ബ്രൈറ്റ് കളറിൽ പൂക്കൾ തരുന്നതാണ് ഹൈബ്രിഡ് വെറൈറ്റീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ടുള്ള ഈ കാണുന്ന റെൻകൂൺ ക്രീപ്പർ അല്ലെങ്കിൽ രാജാറാണി എന്ന് പറയും. അപ്പോൾ ഈ ഒരു പ്ലാന്റാണ് നമ്മൾ 80 രൂപയ്ക്കാണ് ഈ സൈസിലുള്ള പ്ലാന്റ് അയച്ചു തരുന്നത്. ഇത് ചൈനീസ് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ട്രംപറ്റ് ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല അരികു ഭാഗം വിരിഞ്ഞു വരുന്ന ഒരു ട്രംപറ്റ് വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ അയക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 140 രൂപയാണ്. ഇതൊരു പുതിയ പ്ലാന്റാണ് കേട്ടോ. ഇനി അടുത്തത് മുടി വളരാനായിട്ട് നമ്മുടെ കാച്ചെണ്ണകളിലും അല്ലെങ്കിൽ റോസ്മേരി വാട്ടറിലൊക്കെ ഉപയോഗിക്കുന്ന റോസ്മേരി ആണ് കേട്ടോ ഇത്. ഇത് കുറച്ച് തണുപ്പുള്ള മണ്ണിൽ വേണം നമ്മൾ വളർത്തിയെടുക്കാനായിട്ട്. ഇതിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മിക്കി മൗസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. മിക്കി മൗസ് പോലെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. ഇതിന് 60 രൂപയാണ് റേറ്റ്. കുറേ പേര് ചോദിക്കാറുണ്ട് ബ്രൈഡൽ ബൊക്കെ യെല്ലോയിൻ്റെ ഫ്ലവേഴ്സ് കാണിച്ചു തരുമെന്ന്. ഇത് ഈ കാണുന്നതാണ് കേട്ടോ ബ്രൈഡൽ ബൊക്കെ യെല്ലോയിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. വൈറ്റ് ബ്രൈഡൽ ബൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ സെയിം യെല്ലോയാണ്. ലീഫിന് മാത്രമാണ് മാറ്റം വരുന്നത്. ഇതുപോലെ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. ഇതിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഒരു ആവറേജ് സൈസുള്ള പ്ലാന്റാണ്. ഇത്രയും വലിപ്പമുണ്ട് കേട്ടോ. ഇനി അടുത്തത് മരമുല്ലയുടെ ഡോർഫ് വെറൈറ്റി. എല്ലാവരും എപ്പോഴും ചോദിക്കുന്ന പ്ലാന്റാണ്. ഡോർഫ് വെറൈറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ സാധാരണ മരമുല്ല അയക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 100 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇനി അടുത്തത് ലേഡി ഷൂവിൻ്റെ റെഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വൈനാണ്. ഈ സൈസാണ് പ്ലാന്റിനുള്ളത്. റേറ്റ് വരുന്നത് 55 രൂപയാണ്. അടുത്തത് ലോറോ പെറ്റാലം എന്ന് പറയുന്ന ഈ ഒരു പിങ്ക് കളറിലെ പൂക്കളും ഡാർക്ക് കളർ ലീഫും ഉണ്ടാകുന്ന പ്ലാന്റാണ്. അത്യാവശ്യം നല്ല സൈസിലുള്ള നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് 100 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ലേഡി ഷൂ അല്ലെങ്കിൽ ഇന്ത്യൻ ക്ലോക്ക് വൈൻ്റെ തന്നെ യെല്ലോ ആണ്. ആ വിരിഞ്ഞു വരുന്ന ഭാഗമാണ് യെല്ലോ കളറിലുണ്ടാവുക. പ്ലാന്റ് സൈസ് ഇതാണ്. ഇതിനും സെയിം 55 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ കാണുന്നത് പോലെ അത്യാവശ്യം ഇലകളൊക്കെയുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ അയക്കുന്നത്. ആ ഒരു റെഡിൻ്റെയും യെല്ലോൻ്റെയും ലീഫ് കാണുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അറിയാം കേട്ടോ. ഇനി അടുത്തത് ബോട്ടിൽ ബ്രഷിൻ്റെ ഓർഡിനറി വെറൈറ്റിയുടെ ചെറിയ തൈകളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. ഇതുപോലെയാണ് പ്ലാന്റ്സ് ഉണ്ടാവുക. ഇതിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇത് മഞ്ഞ കളറിലുള്ള മെലസ്റ്റോമ പ്ലാന്റ് ആണ്. നല്ല ചെടിയാണ് കേട്ടോ. ഇതുപോലെയാണ് പ്ലാന്റ്സ് ഉണ്ടാവുക. സാധാരണ മെലസ്റ്റോമയുടെ ഇലകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഇലകൾക്ക് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ, സ്യൂഡറാന്തം. അതുപോലെ തന്നെ നല്ല സൺലൈറ്റിൽ വളർത്താൻ പറ്റുന്നതും ഒരു കെയറിങ്ങും ആവശ്യമില്ലാത്തതായിട്ടുള്ളൊരു ചെടിയാണ്. ഇതുപോലെ ചെറിയ പൂക്കൾ ഇതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ്. ഇതിന് 50 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ. നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ്.
പ്രൂണിങ് കൊടുത്ത് നിർത്തിയാൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. ഇനി അടുത്തത് ഈ കാണുന്നത് നമ്മുടെ നീലക്കൊടുവേലിയുടെ റെഡ് കൊടുവേലിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് സൈസ് അത്യാവശ്യം വലിപ്പമുള്ളതാണ് കേട്ടോ. 100 രൂപ മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഒരു പുതിയ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇനി അടുത്തത് പാഷൻ ഫ്ലോറ അല്ലെങ്കിൽ പാഷൻ ഫ്ലവർ, കൃഷ്ണകമലം എന്നൊക്കെ അറിയപ്പെടുന്ന ചെടിയാണിത്. പ്ലാന്റിൻ്റെ സൈസ് ഇതാണ്. ഇത് ബ്ലൂവിൻ്റെ ആണ് കേട്ടോ. റെഡ് കാണിച്ചു തരാം. റെഡ് കുറച്ചുകൂടി ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള നല്ല വെറൈറ്റിയാണ്. ഇത് ലാസ്റ്റ് കാണിക്കാം. ഇതാണ് ചൈനീസ് റെഡ് ഹാറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല റെഡ് കളറിൽ ഇതുപോലൊരു ഹാറ്റിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. നല്ല ഭംഗിയായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. പുതിയ ചെടിയാണ് കേട്ടോ. ഇനി അടുത്തത് മെലസ്റ്റോമയുടെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതും ഒരു പുതിയ ചെടിയാണ്. അധികം അങ്ങനെ സ്റ്റോക്ക് ഇല്ലാത്ത ചെടിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നോർമൽ ഫ്ലവർ, ലീഫിൽ നല്ല ഷെയ്ഡ് വരുന്നുണ്ട്. 100 രൂപയാണ് റേറ്റ്. ഇനി അടുത്തത് ക്രിസ്മസ് കാക്ടസ്. ഒരുപാട് കളർ വെറൈറ്റീസ് ഉള്ളൊരു പ്ലാന്റാണ് ക്രിസ്മസ് കാക്ടസ്. ഇതിൻ്റെ ഇതുവരെ വാങ്ങിയിട്ടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് ഇതുപോലത്തെ വാങ്ങി നോക്കാം. ഇതിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല പ്ലാന്റാണ്. ഇതാകുമ്പോൾ പോട്ടിൽ വെച്ചിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി. അടുത്തത് മെഡിനിലയുടെ മാഗ്നിഫിക്ക വെറൈറ്റിയാണ്. നല്ലൊരു വെറൈറ്റിയാണ്, പുതിയ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ്. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 1250 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. വലിയ പ്ലാന്റിനൊക്കെ നല്ല വില വരുന്നുണ്ട്. ഇതിന് ഈ 1250 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് അസാലിയ പ്ലാന്റ് ആണ് കേട്ടോ. അസാലിയ പ്ലാന്റിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. നമ്മളിപ്പം ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്ന പ്ലാന്റ് ചെറുതാണ്. കാണിച്ചു തരാം കേട്ടോ പ്ലാന്റ് സൈസ്. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതിന് നമുക്ക് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങി വളർത്തുന്നവരൊക്കെ കോംബോ എടുക്കാതെ ഇതൊന്ന് വാങ്ങി നോക്കുക കേട്ടോ. ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈഡ്രാഞ്ചിയയുടെ ഏതെങ്കിലും ഒരു കളർ വെറൈറ്റിയാണ് ഉണ്ടാവുന്നത്. ഇതിന് നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് വയലറ്റ് ജാസ്മിൻ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഒത്തിരി പേര് ചോദിക്കുന്നതാണ്. അതിൻ്റെ ചെറിയ പ്ലാന്റ് ആയിട്ടുണ്ട്. 60 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇതിന് നന്ദ്യാർ വട്ടത്തിൻ്റെ ഡബിൾ പെറ്റലാണ് കേട്ടോ ഈ കാണുന്നത്. ചെറിയ പൂക്കളാണ്, പക്ഷേ അട്ടിയായിട്ടിങ്ങനെ ഇതളുകളുണ്ടാവും. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇതിനും നമുക്ക് 60 രൂപയാണ് റേറ്റ് വരുന്നത്. പുതിയ പ്ലാന്റാണ് കേട്ടോ. ഇത് യുജീനിയയുടെ വെരിഗേറ്റഡ് ആണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെടിയാണ്. ഇതിന് 250 രൂപ റേറ്റ് വരുന്നുണ്ട്. ഇതും അങ്ങനെ കോമൺ ആയിട്ടുള്ളതല്ല കേട്ടോ. ഇനി അടുത്തത് ഏഷ്യാറ്റിക് ജാസ്മിൻ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഇപ്പോൾ ലീഫ് ഇതുപോലെ കളറായി അരികു ഭാഗം നല്ല വെയിൽ കിട്ടുമ്പോഴേക്കും ഫ്ലവർ പോലെയാവും. 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതൊരു കുട്ടി ഗ്രാസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഗ്രാസാണ്. ഇതിന് നമുക്ക് 80 രൂപയാണ് റേറ്റ് വരുന്നത്. ഉണങ്ങിയതുപോലെ തോന്നും, പക്ഷെ നല്ല ഫ്രഷ് ലീവ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇനി അടുത്തത് ഈ കാണുന്നത് നമ്മുടെ ലെമൺ വൈനാണ്. ലെമൺ വൈൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനും 55 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ക്യാറ്റ്സ് ക്ലോ ആണ്. ക്യാറ്റ്സ് ക്ലോയിൻ്റെ ചെറിയ പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരുന്നത്. അയക്കുന്ന സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റാണ്, വെൽ റൂട്ടഡ് ആണ്. ഇനി അടുത്തത് ഇലിയോകാർപ്പസ് ആണ്, അല്ലെങ്കിൽ ജിമിക്കി കമൽ എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടി. ഈ ചെടിയുടെ പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് 70 രൂപയാണ് കേട്ടോ. നല്ല അടിപൊളി പ്ലാന്റാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റും പുതിയ പ്ലാന്റാണ്, എല്ലാവരുടെയും കയ്യിലൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇത് ലോലിപോപ്പ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ്. നല്ല വൈറ്റ് കളറിലാണ് പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ പുതിയ പ്ലാന്റ് നമ്മളിപ്പോൾ ഒരു 2-3 ആഴ്ചയായിട്ട് കൊടുക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെയും ചെറിയ പ്ലാന്റ്സ് ആണുള്ളത്. 50 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ. അത്യാവശ്യം ഫാസ്റ്റായിട്ട് തന്നെ ഗ്രോത്ത് ഉള്ള പ്ലാന്റാണ്. ഇത് മ്യൂസിക്കൽ നോട്ട് എന്ന് പറയുന്ന പ്ലാന്റാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഒരു നാടൻ ചെടിയാണ്, അങ്ങനെ നശിച്ചൊന്നും പോവില്ല. നമുക്ക് നല്ല വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. 50 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. പ്ലാന്റ് ഇതുപോലെയാണ് ഉണ്ടാവുക, വെൽ റൂട്ടഡ് ആണ് കേട്ടോ. ഇനി അടുത്തത് സ്റ്റാർ ജാസ്മിൻ അല്ലെങ്കിൽ മഡഗാസ്കർ ജാസ്മിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ്. നല്ല സ്മെല്ലുള്ള പൂക്കളാണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടാവുന്നത്. കുറച്ച് സമയമെടുക്കും ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതിന് 80 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ജാപ്പനീസ് ഹണീസക്കിളിൻ്റെ ക്രീപ്പർ വെറൈറ്റിയാണ്. യെല്ലോയും വൈറ്റും ഓറഞ്ചും കൂടി കളർ കോമ്പിനേഷനിൽ വരുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിന് റേറ്റ് വരുന്നത് 70 രൂപയാണ്. ഇനി അടുത്തത് ഈ കാണുന്ന പ്ലാന്റാണ്. സാംബക്കസ് എന്നാണ് ഇതിൻ്റെ പേര്. 110 രൂപയാണ് അതിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസിന് റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. ഇതും പുതിയ പ്ലാന്റാണ്.
ഈ ഓഫറിൽ നമ്മൾ കുറേ ഫ്രഷ് ആയിട്ടുള്ള പുതിയ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഡോംബിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിന് 120 രൂപ റേറ്റ് വരും. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫ്ലവർ ചെയ്യും. ഫ്ലവർ ആവാൻ ഒരുപാട് സമയമൊന്നും എടുക്കാത്തൊരു പ്ലാന്റുമാണ്. ഇത് നമ്മുടെ ഗാർഡേനിയയുടെ വെറൈറ്റിയാണ്. വൈറ്റ് ഫ്ലവേഴ്സാണ് വരുന്നത്. അടുത്തത് പ്രിൻസസ് വൈനാണ്. പ്രിൻസസ് വൈൻ്റെ ചെറിയ ചെടിക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഗാർഡേനിയയുടെ വൈറ്റിന് നമുക്ക് 50 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. കുറച്ചുകൂടി വലിപ്പമാകുമ്പോൾ തൊട്ട് നമുക്ക് ആ ഒരു പിങ്ക് റൂട്ട്സ് ഇതിലൂടെ വരാൻ തുടങ്ങും. ഇപ്പം തന്നെ ചെറിയ റൂട്ട്സൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് ഗാർഡേനിയയുടെ ഒരു വെറൈറ്റിയാണ് കേട്ടോ. യെല്ലോയും വൈറ്റും ഓറഞ്ചും കളറിൽ പൂക്കളുണ്ടാകുന്ന ഗാർഡേനിയ യെല്ലോ. ഇതിന് നമുക്ക് 90 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. കുറച്ച് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കുള്ളൂ, ഒരുപാടുള്ള പ്ലാന്റ് അല്ല. ഇനി അടുത്തത് വരുന്നത് യെസ്റ്റർഡേ ടുഡേ ടുമോറോയിൻ്റെ പ്ലാന്റാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ നാടൻ വെറൈറ്റിയും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റി ഈ സൈസിലുള്ളതാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ക്ലെറോഡെൻഡ്രം അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിന് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. ഒരുപാട് സമയം എടുക്കാതെ നല്ല സൺലൈറ്റിൽ വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ്. പൂക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടായിക്കോളും. ഇത് ആമസോൺ ബ്ലൂ എന്നറിയപ്പെടുന്ന ചെടിയാണ്. ഇതിന് നമുക്ക് 40 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. നല്ല വലിപ്പമുള്ള ചെടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് റെഡ് ഡൈസി എന്നാണ് പറയുന്നത്, പക്ഷേ ഇതിനൊരു പിങ്ക് കൂടിയ കളറാണ്. നന്നായിട്ട് വിരിഞ്ഞ് വരുമ്പോഴേക്കും ചെറിയ ഫ്ലവേഴ്സ് ആയിരിക്കുമ്പോൾ റെഡ് കളറാണ് കേട്ടോ. ഇതിന് 130 രൂപ റേറ്റ് ഉണ്ട്. അടുത്തത് വരുന്നത് ബട്ടർഫ്ലൈ ആണ്. ഇത് ബട്ടർഫ്ലൈയുടെ ഒരു പുതിയ വെറൈറ്റിയാണ്. ഇതിന് നമുക്ക് 120 രൂപയാണ് റേറ്റ് വരുന്നത്. ബൊഹീനിയ പ്ലാന്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മൾ സിംഗിൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 390 രൂപയാണ് റേറ്റ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ചെടിയാണ്. ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ ആണ്. ഇതിൻ്റെ നാടൻ വെറൈറ്റി കേട്ടോ. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു നാടൻ വെറൈറ്റി ഉണ്ടെന്ന്. ഇതിന് നമുക്ക് 120 രൂപ പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. നാടൻ വെറൈറ്റി നമുക്ക് അധികം അങ്ങനെ സ്റ്റോക്കില്ല, നല്ല സ്മെല്ലും ഉണ്ടാവും. ഇനി അടുത്തത് ഈ കാണുന്ന മെക്സിക്കൻ ഫ്ലെയിം വൈനാണ്. നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല സൺലൈറ്റിൽ വെച്ച് വളർത്താം. 60 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഓറഞ്ച് ട്രംപറ്റ് വൈനാണ്. ഓടുമുല്ല എന്നറിയപ്പെടുന്ന ചെടി. ഇതിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. പ്ലാന്റ് സൈസ് ഇതാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനി അടുത്തത് വോങ്ക ക്രീപ്പർ പ്ലാന്റ് ആണ്. ഇതിന് നമുക്ക് 90 രൂപ റേറ്റ് വരുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഫ്ലവേഴ്സും ഉണ്ടാവും കേട്ടോ. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് സൈസ് ഇപ്പോൾ ഉണ്ട്. ഇനി അടുത്തത് അമേരിക്കൻ ജാസ്മിൻ അല്ലെങ്കിൽ പിങ്ക് ജാസ്മിൻ എന്നും ഈ ഒരു പ്ലാന്റിന് പറയാറുണ്ട്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. 80 രൂപയാണ് ഇതിന് നമുക്ക് റേറ്റ് വരുന്നത്. ഇത് യെല്ലോ ജാസ്മിൻ ആണ്. യെല്ലോ ജാസ്മിനും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. കുറച്ച് സമയം എടുക്കും ഫ്ലവറിങ് ആവാൻ. കുറച്ച് പൂക്കളുണ്ടാവും കേട്ടോ ചെറുതായിരിക്കുമ്പോൾ തന്നെ. ഇതിന് നമുക്ക് 70 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഈ കാണുന്ന വൈറ്റ് മെലസ്റ്റോമ പ്ലാന്റ് ആണ്. ഇത് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് അല്ല കേട്ടോ. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാൻ. ഇതുപോലെ നിറച്ചും പൂക്കളുണ്ടാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റ് വെറൈറ്റിയാണിത്. അപ്പോൾ നമുക്ക് കുറച്ച് DAP ഒക്കെ ഇട്ട് കൊടുത്ത് വെയിലത്ത് വെച്ച് നന്നായിട്ട് നനവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാവും, നിറയെ പൂക്കും കേട്ടോ. അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമുക്കുള്ളത്. 70 രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത്. ഇത് മണിമരുതാണ് കേട്ടോ. നമുക്ക് വയനാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണിമരുതിൻ്റെ ചെടികൾ അത്യാവശ്യം കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്ലാന്റ് സൈസിന് നമുക്ക് 50 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ചെടിയാണ്. ഇനി അടുത്തത് വരുന്നത് ഹൈബ്രിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല വലുപ്പത്തിൽ പൂക്കളുണ്ടാകുന്ന കൃഷ്ണകമലം അല്ലെങ്കിൽ പാഷൻ ഫ്ലവർ എന്ന് പറയും. അപ്പോൾ ഇതിന് നമുക്ക് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. ഇതിന് 80 രൂപ റേറ്റ് വരുന്നുണ്ട് കേട്ടോ. ലിമിറ്റഡ് സ്റ്റോക്കാണ്. ഇത് ബോവർ വൈൻ്റെ ഏറ്റവും പുതിയൊരു വെറൈറ്റിയാണ്. 100 രൂപയാണ് ഈ പോട്ട് സൈസിന് റേറ്റ് വരുന്നത്. ഇനി അടുത്തത് കമേലിയ പ്ലാന്റ് ആണ്. കമേലിയയുടെ അത്യാവശ്യം നല്ല പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് 170 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ് ആണ്. ഇനി കക്കടമുല്ലയുടെ പിങ്കാണ്. പിങ്ക് മുല്ല എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. 80 രൂപ തന്നെയാണ് ഇതിനും റേറ്റ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് പെട്രിയയുടെ 3 വെറൈറ്റീസും അവൈലബിൾ ആണ് കേട്ടോ. വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പിങ്ക് കോഞ്ചിയ എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്. ഇതിൻ്റെ 3ൻ്റെയും പ്ലാന്റ് സൈസ് കാണിച്ചു തരാം. 3 നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഫസ്റ്റ് വൺ വൈറ്റ് ആണ്, സെക്കൻഡ് കോഞ്ചിയ, അതായത് പിങ്ക് കളറിൽ പൂക്കളുണ്ടാകുന്നത്, ലാസ്റ്റ് വയലറ്റ് പെട്രിയാണ് കേട്ടോ. 3ൻ്റെ സൈസ് ഇതാണ് വരുന്നത്.
എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് ജാഡ് വൈൻ. ജാഡ് വൈൻ്റെ റെഡ് സീഡ് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട്. ഈ വള്ളി ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ, വളച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ലെങ്ത്ത് ഇതിന് വരുന്നുണ്ട്. ഇതുപോലെ ഇത്രയും വലിയ പ്ലാന്റ്സ് ആണ് തരുന്നത് കേട്ടോ. ഇതിന് മാത്രം നമുക്ക് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആണ് പ്രൈസ് വരുന്നത്. 650 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ CC ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ്. കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് ഈ സ്റ്റിക്കൊക്കെ അതുപോലെ തന്നെ വെച്ച് ഇതുപോലെ കെട്ടി തന്നെ വെച്ചിട്ടാണ് നമ്മൾ വിടുന്നത് കേട്ടോ. ഇനി അടുത്തത് ബാർലേറിയ റിപ്പൺസ് ആണ്. ഇത് ഹാങ്ങിങ് പോട്ടിലും നോർമൽ പോട്ടിലും വെച്ചിട്ട് വളർത്താൻ പറ്റുന്ന ഒരു നല്ല പ്ലാന്റാണ്. ബോർഡർ പ്ലാന്റ് ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് സൈസ്. 60 രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ. അടുത്തത് എസ്റ്റഡേ ടുഡേൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി ആണ്. ഫ്ലവേഴ്സൊക്കെ സെയിം ആണ്, ഹൈബ്രിഡ് വെറൈറ്റി ആണ്, സ്മെല്ല് ഉണ്ടാവില്ല ഫ്ലവർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ പ്ലാൻസ്. അപ്പോൾ ഈ പ്ലാൻസ് വേണ്ടവർക്ക് സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ പ്ലാൻസിൻ്റെ പേരോ അയച്ചു തരാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.